اوكي. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي آمين. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ലൈഡ് ഓൺ ആയിട്ടാണോ കാണുന്നത്? ഏത് slide? Okay. ഏത് സ്ലൈഡാ കാണുന്നത്? മുഖദ്ദിമത്തുൽ ജസരിയ്യ. ഓറിയന്റേഷൻ ആണോ കാണുന്നത്? അതെ. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ കാണുന്നുണ്ടോ? കാണാം. ഓക്കെ ഓക്കെ. ബിസ്മില്ല. ഓക്കെ. അപ്പൊ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പൊ ഇവിടെ ഉള്ളത് 4 സിസ്റ്റേഴ്സ് ആണ് അല്ലെ? 3 സിസ്റ്റേഴ്സ്. ഓക്കെ. നമ്മൾ ഇവിടെ ഒരു കോഴ്സിന്റെ ഓറിയന്റേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ കോഴ്സിനെ പറ്റി എല്ലാവർക്കും വല്ല ധാരണയുണ്ടോ? ജോയിൻ ചെയ്ത ആൾക്കാർ എന്താണ് ജസറിയ എന്ന് അറിഞ്ഞിട്ടാണോ ജോയിൻ ചെയ്തത്? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഹിദ ആരെങ്കിലും? ഹിദക്കും അറിയാം. സോ നമുക്ക് ഓക്കെ. സോ ജസറിയ എന്ന് പറയുന്നത് ഒരു മെത്തൻ ആണ്. മെത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയമോ ഒരു പ്രോസോ എന്ത് വേണമെങ്കിലും അതാവാം. ഓക്കെ. അപ്പൊ നമ്മൾ എന്തിനാണ് ജസറിയ പഠിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് നമ്മൾ ജസറിയ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് യൂസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ഈ ഒരു കോഴ്സിലേക്ക് നമുക്ക് കടക്കാൻ കഴിയുള്ളൂ. ഓക്കെ. ഈ കോഴ്സ് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത് തസ്കിയ ആണ്. തസ്കിയ ഒരു ഓൺലൈൻ ഖുർആൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇൻഷാല്ല നമ്മൾ തസ്കിയയിലെ കൂടെ ആയിരിക്കും ഒരുപാട് കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു വൺ ഓഫ് ദ മെയിൻ ഇജാസ കോഴ്സ് ആണ് മുഖദ്ദിമത്തുൽ ജസരിയ, ഇമാം ഇബ്നുൽ ജസരിയുടെ ജസരിയ എന്നുള്ള പോയം. ഓക്കെ. ഓക്കെ. ഇനി എന്താണ് ജസരിയ എന്നാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് നമ്മൾ ഈ പോയം പഠിക്കുന്നത് അല്ലെ? എന്താണ് ഇജാസ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും അല്ലെ? എന്താണ് ജസരിയ, എന്താണ് ഇജാസ, എന്തിനാണ് ഇത് പഠിക്കുന്നത്? ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ എന്തായാലും കിട്ടിയേ പറ്റുള്ളൂ. സോ അതറിയാണ്ട് നമ്മൾ ഇത് പഠിക്കാൻ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുക എന്നുള്ളതും പ്ലസ് എന്താണ് ജസരിയ, എന്തിനാണ് ഇജാസ എന്നുള്ളൊരു എന്താ ഒരു സർട്ടിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻഷാല്ല. ആൻഡ് നമ്മളെ ഇന്നത്തെ ഈ ഒരു കോഴ്സിനെ പറ്റി നമ്മൾ എങ്ങനെയായിരിക്കും കോഴ്സിന്റെ പ്ലാനും അങ്ങനത്തെ ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ഉണ്ടാവുക. ഓക്കെ ഇൻഷാല്ല. അപ്പൊ ജസരിയ എന്ന പോയം എഴുതിയത് ഇമാം ഇബ്നുൽ ജസരി എന്ന പണ്ഡിതനാണ്. ഓക്കെ. ഇമാം ഇബ്നുൽ ജസരി ജനിച്ചത് 788 ഹിജ്രിയാണ്, മരിച്ചത് 831 ഹിജ്രിയിലാണ്. ഓക്കെ. ഇത് ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു പോയം രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത്, ഒരു ബെയ്ത്ത് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പൊ ഈ ബെയ്ത്തിനകത്ത് വരുന്ന ലൈൻസ് എന്ന് പറഞ്ഞാല് ഇമാം ഹഫ്സ് ആസിം എന്നുള്ള റിവായ ഉണ്ടല്ലോ, നമ്മളിപ്പം ഇവിടെ യൂഷ്വലി നമ്മൾ റിസൈറ്റ് ചെയ്യുന്ന റിവായ എന്ന് പറയുന്നത് ഇമാം ആസിമിന്റെ റാവി ആയിട്ടുള്ള ഇമാം ഹഫ്സിന്റെ റിവായ ആണ് അല്ലെ? ഓക്കെ. അപ്പൊ ഇമാം ഹഫ്സിന്റെ റിവായനകത്തുള്ള എല്ലാ റൂൾസും A to Z കംപ്ലീറ്റ് റൂൾസും അതിന്റെ ഒരു സയൻസ് ആണ് നമ്മൾ ഇനി പഠിക്കുന്നത്. തജ്വീദിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സയൻസ് ആണ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചത് ബേസിക് തജ്വീദ് നിങ്ങൾ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും, ഇന്റർമീഡിയറ്റ് ലെവൽ തജ്വീദ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഹയർ ലെവൽ തജ്വീദ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത് കുറച്ചും കൂടെ ഒരു ഹൈ ലെവലാണ്. ഈ ജസരിയ ഇസ് കൺസിഡേർഡ് ആസ് എ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ തജ്വീദ്. ഇമാം ഹഫ്സൻ ആസിമിന്റെ റെസിറ്റേഷനിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അത്രയ്ക്കും ഒരു ഹൈ ലെവൽ കോഴ്സ് ആണെന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അപ്പോ ഇതിനകത്ത് ഇമാം ഹഫ്സിന്റെ റിവായനകത്ത് വരുന്ന എല്ലാ റൂൾസും നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ പഠിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
ഓക്കെ, നമ്മൾ എന്തിനാണ് ഒരു മെത്സിന് അല്ലെങ്കിൽ ഒരു പോയം ആയിട്ട് പഠിക്കുന്നത്? എന്തുകൊണ്ട് ഒരു ബുക്കായിട്ട് പഠിച്ചുകൂടാ? ഒരു 2000 പേജസ് ഉള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് പഠിക്കുക എന്നുള്ളത് ഈസിയാണോ? ഈസിയാണോ? നിങ്ങൾ എല്ലാവരും ഒന്ന് ആക്റ്റീവ് ആവണം കേട്ടോ. ഒന്ന് ചാറ്റിൽ ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് മനസ്സിലായോ മനസ്സിലായില്ലേ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. ഓക്കെ, alright. സോ ഇമാം ഹഫ്സിന്റെ റിവായന്റെ അകത്തുള്ള എല്ലാ തജ്വീദിന്റെ റൂൾസും ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മൾ അതൊരു പോയമായിട്ട് പഠിക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഈസി ആയിട്ട് എന്താ പറയാ പഠിക്കാനും പെട്ടെന്ന് റീകോൾ ചെയ്യാനും അത് എളുപ്പമാണ്. ഓക്കെ, നമുക്ക് മനസ്സിലാക്കാലോ ഒരു ബുക്കൊക്കെ ഒരു എഴുതിയേക്കുന്ന ഒരു ബുക്ക്, ഒരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എത്രത്തോളം വായിച്ച് മനപ്പാടാക്കാൻ കഴിയും? ആരെ കൊണ്ടെങ്കിലും കഴിയോ? അത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? പക്ഷെ എന്താണ് നമ്മളൊരു പോയം ആയിട്ട് പഠിക്കുമ്പോൾ അതൊരു പാട്ടായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു പോകുമ്പോണ്ടല്ലോ, കവിതയായിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഇറ്റ്സ് വെരി ഈസി. നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും നമുക്ക് ആ ഒരു ലൈനിന്റെ വരികളൊക്കെ എന്താ പറയാ ആ പോയത്തിന്റെ വരികളൊക്കെ ഓർത്തെടുക്കാനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പൊ ഒരു സെറ്റ് ഓഫ് തജ്വീദിന്റെ റൂൾസ് നമ്മൾ ഒരു പോയം ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ ഹുറൂഫുൽ ഹൽഖിന്റെ ലെറ്റേഴ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദലീലോടെ, നമുക്ക് പ്രൂഫോടെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി എന്താണ് ദലീൽ എന്ന് അറിയോ? എന്താണ് ദലീല്? നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? കെൻ യു പ്ലീസ് മെസ്സേജ് ഗ്രൂപ്പിൽ ചാറ്റിൽ ഒന്ന് മെസ്സേജ് ഇടാവോ? ആ, ഓക്കെ. സോ ഓക്കെ, സോ എന്താണ് അപ്പൊ നമ്മൾ എന്തിനാണ് പോയമായിട്ട് പഠിക്കുന്നത്? പോയമായിട്ട് പഠിച്ചാലുള്ള യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പഠിക്കുന്ന കാര്യങ്ങള് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും അല്ലെ? എന്താണ് ഏതൊക്കെയാണ് തവസുത്തിന്റെ ലെറ്റേഴ്സ്? ലിൻ ഉമർ, അത് നമ്മൾ അങ്ങനെ ആ ഒരു പോയത്തിൽ അങ്ങനെ പഠിച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നമ്മളൊരു ഒരു മത്തിന് പഠിക്കുന്നതിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി മെത്സിനകത്ത് വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ദലീൽ എന്നൊരു സംഭവമാണ്. ദലീൽ എന്ന് വെച്ചാൽ എന്താണ്? ദലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫ്. ഓക്കെ, നമ്മൾ എന്ത് കാര്യം അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും അതിന് എന്ത് വേണം? പ്രൂഫ് വേണം അല്ലെ? ദലീൽ വേണം. അതല്ലാണ്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും അതിന് പ്രൂഫ് വെച്ചിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇമാം ഇബ്നുൽ ജസരിയുടെ വർക്ക് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വർക്ക്. ഈ ഒരുപാട് ആൾക്കാർ വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു അറിവാണ് ഈ ഒരു ഇമാം ഇബ്നുൽ ജസരിയുടെ ഒരു പോയം. എന്തിനാണ്? ദലീലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പല സ്ഥലത്തും പല ലെക്ചേഴ്സിലും നമുക്ക് കേട്ട് കഴിഞ്ഞാല് പല ലെക്ചേഴ്സിലും നമുക്ക് കേൾക്കാം അല്ലെ? ഇന്ന ബുക്കിൽ ഇന്ന മാതിരി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേൾക്കാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു റിലീജിയസ് സ്പീച്ച് ആണെന്നുണ്ടെങ്കിൽ ഇന്ന ഹദീസിൽ ഇത്രാമത്തെ ചാപ്റ്ററിൽ ഇത്രാമത്തെ നമ്പർ ഹദീസ് ആണ് ഇതിനെ പറ്റി പരാമർശിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രൂഫ് എടുത്ത് പറയാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ ഒരു ദലീലാണ് ശരിക്കും തജ്വീദിന്റെ കാര്യത്തിൽ ഇമാം ഇബ്നുൽ ജസരിയുടെ ജസരിയ എന്നുള്ള പോയം. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒരു കവിത രൂപത്തിൽ നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഭയങ്കര എളുപ്പമായിരിക്കും ഓർത്തെടുക്കാനും പെട്ടെന്ന് നമുക്ക് പഠിക്കാനും കഴിയും. ആ ഒരു ട്യൂണൊക്കെ വെച്ച് നമ്മൾ പഠിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനും കഴിയും. അതുപോലെ തന്നെ ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തജ്വീദ് റൂൾസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാനും കഴിയും. ഒരു കുട്ടി നമ്മളോട് പെട്ടെന്ന് ഒരു ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പോയം ഓർത്തിട്ട് അതിനെ ബേസ് ചെയ്ത് നമുക്ക് ആൻസർ പറയാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇതിനാണ് നമ്മൾ ബേസിക്കലി ഈ മെത്സിനായിട്ട് പഠിക്കുന്നത്. ഇനി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? നമുക്ക് ഒരു നോളജും വെറുതെ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഒരു നോളജ് നമുക്ക് പെട്ടെന്ന് ഒരു റാൻഡം ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ നോളജ് എടുക്കേണ്ടത്? നമ്മൾ നോളജ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ നോളജ് എടുക്കണം. ഓക്കെ, അത് ആ ഒത്തന്റിസിറ്റി നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അയാൾ ഒത്തന്റിക് ആണ്. ഒത്തന്റിസിറ്റി നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? അയാള് ഒരു ഇജാസ ഹോൾഡർ ആയിരിക്കും. ഓക്കെ, ഒരു ഇജാസ ഹോൾഡർ ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് നമുക്ക് ഇജാസ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ഈ കോഴ്സ് എന്ന് പറയുന്നത് ബേസിക്കലി തജ്വീദിന്റെ ബേസിക്സും ഒരു മീഡിയം ലെവൽ, അറ്റ്ലീസ്റ്റ് മീഡിയം ലെവൽ തജ്വീദും അറിയുന്ന ആൾക്കാർക്കുള്ള കോഴ്സാണ്. നമ്മൾ എന്തായാലും ഡീപ്പായിട്ടാണ് പോകുന്നത്. ഒരു മീഡിയം ലെവൽ അറിയുന്ന ആൾക്കാർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇൻഷാല്ല ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ
അറ്റ്ലീസ്റ്റ് ഒരു മീഡിയം ലെവൽ തജ്വീദെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ക്ലാസ്സസ് ഫുള്ള് മലയാളത്തിലായിരിക്കും, നോട്ട്സ് മലയാളത്തിലായിരിക്കും തരുന്നുണ്ടാവുക. ഇംഗ്ലീഷ് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, സെപ്പറേറ്റ് ആയിട്ട് ഇംഗ്ലീഷ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. പക്ഷെ മോസ്റ്റ്ലി ക്ലാസ്സസ് മലയാളത്തിലായിരിക്കും, നോട്ട്സും മലയാളത്തിലായിരിക്കും. നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എടുക്കുന്ന പ്രസന്റേഷനിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് തരുന്നുണ്ടാവും. ഇത് സിസ്റ്റേഴ്സ് ഓൺലി ഗ്രൂപ്പ് ആയിരിക്കും. ബ്രദേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യേണ്ടതാണ്. ഓക്കെ. പിന്നെ ഈ ഇജാസ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് 100% എന്താ പറയാ, ആ ഒരു ഡെഡിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട്. ഒരു ഇജാസ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നിർബന്ധമായിട്ടും നമ്മൾ ആ ഒരു കോഴ്സിന്റെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മൾ കാണിക്കണം. ഒരിക്കലും നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ ടൈം ഡിവൈഡ് ചെയ്ത് പോയിട്ട് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ബിക്കോസ് ജസരിയ എന്ന് പറയുന്നത് അത്രയും ഡെപ്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. തജ്വീദ് നമ്മളിപ്പം നോർമൽ എന്താണ് ബേസിക് കോഴ്സും ലൈക് മീഡിയം ലെവൽ കോഴ്സ്, ഇന്റർമീഡിയറ്റ് കോഴ്സ് ഒന്നും പഠിച്ച പോലെ അല്ല ഈ ജസരിയയിൽ വരുന്നത്. കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് ഡൈവ് ചെയ്യാണ് ചെയ്യുന്നത്. തജ്വീദിന്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഡൈവ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അതിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു സയൻസ് പോലെ ഒരു ടെക്നിക്കൽ രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അതിന്റെ ടെക്നിക്കൽ സൈഡ് എന്താണ്, എങ്ങനെയാണ് ഫോർ എക്സാമ്പിൾ കൽക്കല എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസം അത് എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ ടെക്നിക്കൽ സൈഡ് എന്താണ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഇദ്ഗാം, ഇഖ്ഫ, ഇതിന്റെയൊക്കെ ടെക്നിക്കൽ സൈഡും കൂടെയാണ് നമ്മൾ ജസരിയയിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ഈ ജസരിയനകത്ത് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കാന്നുള്ളത് ആ പോയത്തിന്റെ ഫസ്റ്റത്തെ ബാബായിട്ടുള്ള മുഖദ്ദിമ എന്നുള്ള ബാബിനകത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഈ പോയം വന്നിട്ട് 109 ലൈൻസ് ആണുള്ളത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇജാസക്ക് റെഡി ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, ഈ 150 ലൈൻസും നമ്മൾ ഇതിന്റെ PDF ഒക്കെ അയച്ചു തരും. ഈ 150 ലൈൻസും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ. ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് നമുക്ക് റിസൈറ്റ് ചെയ്ത് കേൾപ്പിക്കണം. ഓക്കെ. ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് റിസൈറ്റ് ചെയ്ത് കേൾപ്പിക്കാന്ന് മാത്രമല്ല, ഇതിന് ഈ റിസൈറ്റ് ചെയ്ത് കേൾപ്പിക്കണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അതും കൂടെ നമ്മൾ അറിയണം. ഓക്കെ. അതും പറഞ്ഞുതരാം കേട്ടോ വഴിയിൽ. ഇനി പ്രോപ്പർ ആയിട്ടുള്ള മഖ്റജും സിഫത്തും ഇപ്പൊ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളുടെ മഖ്റജ് അത്ര പോരാ, നിങ്ങളുടെ സിഫത്ത് ഒന്നും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ തോന്നുന്ന സഹോദരിമാർക്ക് നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വിങ് ഉണ്ട്, ഇലാജ് തജ്വീദ് എന്ന് പറഞ്ഞിട്ട് ഒരു തജ്വീദിന്റെ റെമഡിയൽ ക്ലാസ് ആണ്. ഓക്കെ. ഇതിനകത്ത് നിങ്ങൾക്ക് ഖുർആൻ റിസൈറ്റ് ചെയ്യാൻ ഉണ്ടാവില്ല. ഓക്കെ. നമ്മൾ ഖുർആൻ അങ്ങനെ റിസൈറ്റ് ചെയ്യിപ്പിക്കില്ല, ആയത്തുകളൊന്നും റിസൈറ്റ് ചെയ്യിപ്പിക്കത്തില്ല. പക്ഷെ ഇതിനകത്ത് നമ്മൾ ഒരു സെറ്റ് ഓഫ് വേർഡ്സ് വർക്ക്ഷീറ്റ്സ് പോലെ ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ. അങ്ങനത്തെ വർക്ക്ഷീറ്റ്സ് മുഴുവൻ ആ ഫുൾ വർക്ക്ഷീറ്റ്സ് നിങ്ങൾക്ക് തീർത്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ആൻഡ് നിങ്ങളുടെ ബേസിക് തജ്വീദിന്റെ ആപ്ലിക്കേഷൻ ഒക്കെ നിങ്ങളുടെ പെർഫെക്റ്റ് ആവും. ഓക്കെ. അപ്പൊ നമ്മൾ ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക്ഷീറ്റ്സ് പോലെയാണ്. സോ യു ക്യാൻ വൺ ലെവൽ ടു അനദർ ലെവൽ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്ന പോലെയാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. സോ ഇത് ശരിക്കും ഇലാജ് തജ്വീദ് ഒരു പെയ്ഡ് കോഴ്സ് ആണ്. പക്ഷെ ജസരിയ എടുത്തിട്ടുള്ള ഓപ്റ്റ് ചെയ്തിട്ടുള്ള സിസ്റ്റേഴ്സിന് ഇലാജ് തജ്വീദ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ദാറ്റ് നമുക്ക് ഇജാസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ പ്രൊനൗൺസിയേഷനും അതിന്റെ ആ ഒരു എന്താണ് കുറച്ചൊരു ബേസിക് തജ്വീദ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ. അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഇജാസ തരാൻ കഴിയില്ല. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഇജാസ തരാൻ കഴിയില്ല. ഓക്കെ. അപ്പോ ഇത് എന്റെ മേലിൽ എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ആണ്, എന്റെ ലയബിലിറ്റി ആണ്, ഇതൊക്കെയാണ്. ഓക്കെ. അപ്പൊ അത് എനിക്ക് എനിക്ക് അള്ളാഹു പിന്നെ എന്നെ പരലോകത്തെത്തുമ്പോൾ എന്റെ അടുത്ത് വേറൊരു ചോദ്യം ചോദിക്കാൻ പാടില്ല, എന്തുകൊണ്ട് നീ ഇവർക്ക് കൊടുത്തു, ഇവരുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലല്ലോ, ഇവർ ആ തെറ്റായ പ്രൊനൗൺസിയേഷൻ അല്ലേ മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാൻ പറ്റില്ല. എനിക്കെന്നല്ല, നിങ്ങൾ ഇതുപോലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ഇജാസ കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പൊ ഞാൻ ഈ ക്ലാസ് ഫുള്ള് നിങ്ങൾ ഫോളോ ചെയ്തു, അതിനുശേഷം നിങ്ങൾക്ക് ഇജാസ കിട്ടിക്കഴിഞ്ഞാൽ ആ ഇജാസ വെച്ച് നിങ്ങൾക്ക് വേറെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഈ സെയിം കോഴ്സ് നിങ്ങൾക്ക് പഠിപ്പിക്കാം. അങ്ങനെ ഈ ഇജാസ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു ചെയിനിന്റെ ആ ഒരു ഇതും കൂടെയാണ്, അതോറിറ്റിയും കൂടിയാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അത് കൊടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൾക്കായിരിക്കണം, അല്ലെ? അല്ലാണ്ട് നിങ്ങൾ റാൻഡം ആയിട്ടുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് മഖ്റജും ഇല്ല, സിഫത്തും അപ്ലൈ ചെയ്യാൻ അറിയുന്നില്ല എന്നുള്ള ഒരാൾക്ക് നമുക്ക് ഇജാസ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു കോഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൈഡും കൂടെ, ഇപ്പൊ പ്രൊനൗൺസിയേഷൻ പ്രോപ്പർ അല്ല, സിഫത്ത് ഒന്നും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനും കൂടെ
ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇഫ് യു തിങ്ക് ദാറ്റ് നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഇസ് നോട്ട് റൈറ്റ്, നിങ്ങളുടെ ലെറ്റേഴ്സ് പ്രൊനൗൺസ് ചെയ്യാൻ ചില ലെറ്റേഴ്സ് ഒക്കെ തെറ്റുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ലെറ്റേഴ്സിന് കൊടുക്കേണ്ട പ്രോപ്പർ ആയിട്ടുള്ള ഹക്കും മുസ്തഹക്കും ഒന്നും നിങ്ങൾക്ക് കൊടുക്കാൻ അറിയത്തില്ല, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലാജ് തജ്വീദ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ദാറ്റ് ഈസ് ഫ്രീ ഫോർ യു. ജസരിയയിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ സിസ്റ്റേഴ്സിനും ഫ്രീ ആയിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അത് നിങ്ങൾ ഉപയോഗിക്കുക, എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ഓക്കെ, മുതലെടുക്കുക. ഇനി എന്താണ് ഇജാസ എന്ന് ചിലവർക്കും ഡൗട്ട് ഉണ്ടാവും അല്ലെ. എന്താണ് ഇജാസ? ഇജാസ എന്ന് പറയുന്നത് നമ്മളെ നോളജ് കൈമാറാനുള്ള ഒരു ഒത്തന്റിസിറ്റി ആണ്. ഓക്കെ, നമ്മുടെ ആ ഒരു പവർ ആണ്. നമുക്ക് ഇജാസ ഉണ്ട് എന്ന് പറയുന്ന വെച്ചാൽ നമ്മൾ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ യോഗ്യരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, ആ ഒരു അറിവ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു യോഗ്യത ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇജാസയുടെ കാര്യം ഞാൻ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇമാം ഹൊക്കാനിയുടെ പോയം ഉണ്ട്. ഇമാം ഹൊക്കാനിയ എന്ന് പറഞ്ഞിട്ട് ഇമാം ഹൊക്കാനിയുടെ ഒരു പോയം ഉണ്ട്. അതിനകത്ത് ഇമാം ഹൊക്കാനി പറയുന്നുണ്ട് ആരാണ് ഒരു ടീച്ചർ, ആരാണ് ഒരു സ്റ്റുഡന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഇമാം ആജ്ജൂരിയുടെ അഖ്ലാഖ് ഹംലത്തുൽ ഖുർആൻ എന്നുള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്. ഓക്കെ, അതിനകത്തൊക്കെ നമ്മൾക്ക് ആരാണ് ഒരു ടീച്ചർ, ആരാണ് ഒരു സ്റ്റുഡന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരാള്, ഓക്കെ, നിങ്ങൾ ഒരു ടീച്ചർ ആണെന്ന് നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഇജാസ ഉണ്ടാവണം. ഇജാസ ഉള്ള ഒരാള്, അത് നല്ല രീതിയിൽ പഠിച്ച് ഇജാസ കിട്ടിയ ഒരാള് നിങ്ങൾക്ക് ആ അറിവ് പകർന്നു തന്ന് ആ ആള് ഉറപ്പുവരുത്തണം ദാറ്റ് നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്താൻ ഏബിൾ ആണ്. ഓക്കെ, അതിനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്ന് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഇജാസ. ഓക്കെ, അപ്പോ ഇമാം ഖൊഖാനി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇജാസ ഉള്ള ഒരാൾ മാത്രമേ ശരിക്കും പഠിപ്പിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അല്ലെ, നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ കണ്ടാൽ അറിയാൻ പറ്റും. ജസ്റ്റ് ഒരു ബേസിക് കോഴ്സ് പഠിച്ച ആൾക്കാർ വരെ തജ്വീദിന്റെ കോഴ്സ് എടുക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, അറിവില്ലായ്മ കൊണ്ടാണ്, നമ്മളൊക്കെ ആ ഒരു സൈഡിൽ കൂടെ പോയിട്ടുള്ള ആൾക്കാരായതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ആഗ്രഹമല്ലേ അത് മറ്റുള്ളവർക്ക് എത്തിക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ നമ്മൾ പഠിച്ചത് കറക്റ്റ് ആണെന്നുള്ളത് നമ്മൾ ടീച്ചേഴ്സ് കേട്ട് ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഓക്കെ, നമ്മുടെ പ്രൊനൗൺസിയേഷൻ, നമ്മുടെ തജ്വീദ് റൂൾസ് അറിയുന്നതിന്റെ ആ ഒരു തജ്വീദ് റൂൾസിനുള്ള അറിവ്, ഓക്കെ, അതൊക്കെ നമ്മളുടെ പെർഫെക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ടീച്ചർ, നമ്മുടെ ടീച്ചർ നമുക്കത് നിങ്ങൾ ഇനി മറ്റുള്ളവർക്ക് പഠിപ്പിക്കാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണോ നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത്? അത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ആയിട്ട് തിങ്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് മാത്രമാണ് ആ ഒരു അറിവ് കൈമാറാനുള്ള ശരിക്കും ഒരു അവകാശമുള്ളൂ. ശരിക്കും അവരാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ലൈസൻസ് കിട്ടിയ ഒരാളാണ് നമ്മൾ ശരിക്കും ആ ഒരു കോഴ്സ് പഠിപ്പിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് അങ്ങനെ ഇജാസ എടുക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. അതും കൂടെ ഞാൻ പറയാം. ഇനി നമ്മൾ ഇജാസ എന്ന് പറഞ്ഞത് എന്താണ്, ശരിക്കും നമ്മൾ ഇസ്ലാമികമായ അറിവിന്റെ ട്രാൻസ്മിഷൻ, എന്തുകൊണ്ടാണ് ദീനില് ഇങ്ങനെ ഒരു ട്രാൻസ്മിഷൻ ഒരു ഇത് വന്നിട്ടുള്ളത്? എന്തുകൊണ്ടാണ് തവാത്തുർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, തവാത്തുർ എന്ന് കേട്ടിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ സനദ് എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. ഇതൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഇസ്ലാമിൽ എന്തുകൊണ്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തേക്കണേന്ന് അറിയോ? നമുക്ക് കിട്ടുന്ന നോളജ് അത്രയും പ്യുവർ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെ. നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം, നമ്മൾ അറിഞ്ഞ ഒരു കാര്യം പ്രൊഫസർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് എത്തുന്നുണ്ടോ, നബി സ്വല്ലല്ലാഹു പഠിപ്പിച്ച കാര്യം തന്നെയാണോ നമ്മൾ പഠിക്കുന്നത്? ഓക്കെ, അങ്ങനെയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു സനദ ഉണ്ടാവണം. ഓക്കെ, ആ സനദിലുള്ള ഓരോരുത്തരും ഏബിൾ ആയിട്ടുള്ള ആൾക്കാരും ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് മെസ്സേജ് ചെയ്യണേ. ഓക്കെ, ഓക്കെ. ഇനി ഇനി നമ്മൾ ഖുർആനികമായിട്ടുള്ള ഖുർആനെ ബേസ് ചെയ്തിട്ടുള്ള അറിവുകളാണ് നമ്മൾ എന്താണ് കൈമാറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അല്ലെ. നമ്മൾ അത്രയും ഒത്തന്റിക് ആയിട്ട് കൈമാറുന്ന ഒരു കാര്യമാണ് അല്ലെ, അള്ളാന്റെ ദീനിനെ പറ്റിയുള്ള അറിവുകളും ഖുർആനിനെ പറ്റിയുള്ള അറിവുകളൊക്കെ. അപ്പൊ അങ്ങനെ അത് ഒരു ആളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൈമാറാനുള്ള ഒരു ഒത്തന്റിക്കേഷൻ ആണ്. ഓക്കെ, ആ ഒരു അതോറിറ്റിയാണ് ഇജാസ എന്നുള്ള സർട്ടിഫിക്കറ്റ്. അത് ഒരു ഇജാസ ഉള്ള ഒരാൾക്കാണ് വേറൊരു ആൾക്ക് ഇജാസ കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ എനിക്ക് എന്റെ ടീച്ചർ ഇജാസ തന്നു. ഓക്കെ, ആ ടീച്ചറിന്റെ ടീച്ചർ ഇജാസ കൊടുത്തു.
ഇനി ഞാൻ വേറൊരു കുട്ടിക്ക് ഇജാസ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അതൊരു ചെയിൻ ആയിട്ട് പോവല്ലേ. നിങ്ങൾ വേറൊരാൾക്ക് ഇജാസ കൊടുക്കുന്നു, അവര് വേറൊരാൾക്ക് ഇജാസ കൊടുക്കുന്നു, അല്ലെ. അപ്പൊ അതൊരു ചെയിൻ ആയിട്ട് പോവാണ് അല്ലെ. അപ്പൊ ബാക്കിലേക്ക് ആ ചെയിൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ടീച്ചർ, ആ ടീച്ചറിന്റെ ടീച്ചർ, ആ ടീച്ചറിന്റെ ടീച്ചർ, അങ്ങനെ ബാക്കിലേക്ക് ആ സനത് നോക്കിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്തുന്ന ആരിലേക്കായിരിക്കും? ഇമാം ഇബ്നുൽ ജസരിയിലേക്ക് എത്തണം. ഓക്കെ, ഇമാം ഇബ്നുൽ ജസരി പഠിപ്പിച്ച ജസരിയ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു പോയത്തിനകത്തുള്ള എല്ലാ കോൺസെപ്റ്റും ഒരു ഇൽമുൽ നഖലിയാണ്, അഖലിയല്ല. ഓക്കെ, ആളുടെ ബുദ്ധിയിൽ ഉദ്ദേശിച്ച് ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. ഓക്കെ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്ത പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എങ്ങനെയാണോ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത്, അതേപോലെ അന്ന് അവർക്ക് ഖുറൈശികൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അല്ലെ. അവർക്ക് അവിടെ ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യമോ അല്ലെങ്കിൽ എന്താണ് ഈ റൂൾസ് ഇങ്ങനെയൊക്കെയാണ്, തജ്വീദ് എന്നുള്ള പദം പോലും തേർഡ് ജനറേഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു തജ്വീദ് എന്നൊരു സയൻസിന്റെ ആവശ്യം അന്നത്തെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. നബി സ്വല്ലല്ലാഹു കാലത്തുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ്? ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഖുറൈശി ഭാഷയിലാണ് അല്ലെ. ഖുറൈശികളുടെ അറബി ഭാഷയിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു ഇദ്ഗാമോ ഇഖ്ഫായോ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഇതൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ദേ ആർ ഓൾറെഡി വെൽ വേഴ്സ്ഡ് ഇൻ ഇറ്റ്. അപ്പൊ അവർക്ക് അതൊരു ആവശ്യമായി തോന്നിയില്ല. അന്നത്തെ കാലത്ത് ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് ഇസ്ലാം പല രാജ്യത്തിലേക്കൊക്കെ പ്രചരിച്ചപ്പോഴാണ് നോൺ അറബിക് ആയിട്ടുള്ള ആൾക്കാരും നോൺ അറബീസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇസ്ലാമിലേക്ക് വന്ന് ഖുർആൻ ഓതാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ അവരുടെ അവിടത്തെ ഒരു ലോക്കൽ ലാംഗ്വേജിന്റെ ഒരു ഇൻഫ്ലുവൻസ് പ്രോപ്പർ ആയിട്ടുള്ള അറബിക്കിൽ, ഖുർആനിക് അറബിക്കിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങിയതും ചില സ്ഥലത്ത് ഹ എന്നുള്ള ലെറ്റേഴ്സ് ഒക്കെ ചില ആൾക്കാർ ഹ എന്നൊക്കെ പറയാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെ ലെറ്റേഴ്സ് മാറിപ്പോയാൽ തന്നെ ആ ഒരു വേർഡിന്റെ മീനിങ്ങേ മാറിപ്പോവും. അതെ, അത് എത്ര ഗുരുതരമാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. നമുക്ക് പ്രോപ്പർ ആയിട്ട് ലെറ്റേഴ്സ് വായിക്കാൻ അറിയില്ല, പ്രോപ്പർ ലെറ്റേഴ്സ് അല്ല എന്നുണ്ടെങ്കിൽ കുൽ എന്നുള്ളതും കുൽ എന്നുള്ളതും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്, പറയൂ തിന്നു എന്നുള്ള അത്രയും വ്യത്യാസമുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെ മാറാൻ തുടങ്ങിയപ്പോഴാണ് തജ്വീദിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് സ്കോളേഴ്സ് ഒക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയതും അതിനെ ബേസ് ചെയ്ത് തജ്വീദിനെ ബേസ് ചെയ്ത് ഒരുപാട് കൃതികളുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദ ഫേമസ് ആണ് മുഖദ്ദിമത്തുൽ ജസരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇമാം ഇബ്നുൽ ജസരിയുടെ ഈ പോയം. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഇമാം ഇബ്നുൽ ജസരിയുടെ പോയം പഠിക്കുമ്പോൾ എങ്ങനെയാണ് സനത് നമ്മൾ മനസ്സിലാക്കുക? നമ്മൾ പഠിച്ച ടീച്ചർ, അതിന് മുമ്പത്തെ ടീച്ചറൊക്കെ നമ്മൾ ബാക്കിലേക്ക് ട്രാക്ക് ചെയ്യുമ്പോൾ തിരിച്ച് ഇമാം ഇബ്നുൽ ജസരിയിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതാണ് സനത്. അപ്പൊ അതിനൊരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒരു സനദിന്റെ ഒരു ഷീറ്റും തരും. ഞാൻ ആരുടെ കയ്യിന്ന് എടുത്തത്, ആ ടീച്ചർ ആരുടെ കയ്യിന്നാണ് ഇജാസ് എടുത്തത്, ആ ടീച്ചർ ആരുടെ കയ്യിന്നാണ് ഇജാസ് എടുത്തത് എന്നുള്ള ആ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് ആ സനദോട് കൂടിയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ, അപ്പൊ ആ ഒരു ഇജാസ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള യൂസ് എന്താണ്? യു ആർ എ ക്വാളിഫൈഡ് പേഴ്സൺ ടു ടീച്ച് ദിസ് നോളജ്. നിങ്ങൾ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് കൈമാറാനുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ട് എന്നാണ് ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി ഒരു വ്യക്തിക്ക് എന്തിനാണ് ഇജാസ? എന്തിനാണ് ഇപ്പൊ എനിക്കൊരു കാര്യം പഠിപ്പിക്കണം, ഞാനിത് ഓൺലൈൻ ജസ്റ്റ് ഒരു ലൈക്ക് ഒരു ചാനലിന് ഞാൻ ഈ കോഴ്സ് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതിന്റെ എല്ലാ വീഡിയോസും ഇൻ ആൻഡ് ഔട്ട് ഞാൻ കേട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ഒരു യൂട്യൂബിലെ ഒരു ചാനലിനകത്ത് നമ്മളിപ്പോ തസ്കിയന്റെ ചാനലിനകത്ത് നമ്മൾ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർ ഈ ക്ലാസ് ഒക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്ന് വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പാടുമോ? നമുക്ക് നോളജ് അങ്ങനെ പല സ്ഥലത്തുനിന്നും കിട്ടുന്നുണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ അത് എന്ന് വെച്ചിട്ട് നമ്മൾ പഠിപ്പിക്കാൻ പാടുമോ? പാടില്ല കേട്ടോ. ഒരിക്കലും നമ്മൾ ഒരു വീഡിയോ കണ്ട് പഠിച്ചതിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരിക്കലും പഠിപ്പിക്കാൻ പാടില്ല. ഓക്കെ, അത് ആ പഠിപ്പിച്ച ആൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു ടീച്ചറിന് തിരിച്ചത് പറഞ്ഞു കൊടുത്ത് അത് കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കിട്ടിയ ഒരു നോളജ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ഇജാസ ആയിട്ട് കൈമാറുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുക? ആ ഒരു നോളജിനകത്ത് ഒരു 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 എന്താ പറയാ ഇംപ്യൂരിറ്റീസ് ഒന്നും വരില്ല. ആ നോളജ് അങ്ങനെ പ്യുവർ ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ആയി പോവുക. എന്റെ ടീച്ചർ എനിക്ക് എങ്ങനെയാണോ പഠിപ്പിച്ചു തന്നത് അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരിക. എന്റെ ടീച്ചറിന്റെ ടീച്ചർ എങ്ങനെയാണോ എന്റെ ടീച്ചറിനെ പഠിപ്പിച്ചു കൊടുത്തത് അതേപോലെയാണ് എന്റെ ടീച്ചർ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ കൈമാറിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇജാസ എന്നുള്ളത് ഒരു ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പദവിയാണ്.
ഒരു പൊസിഷൻ ആണ്. ഓക്കെ, ഇറ്റ്സ് എ പ്രിവിലേജ്. അത് നമ്മൾ ഒരു പ്രിവിലേജ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ യൂസ് ചെയ്യണം? സൂക്ഷിച്ച് യൂസ് ചെയ്യണം അല്ലെ? പ്രിവിലേജസ് ഒക്കെ സൂക്ഷിച്ച് യൂസ് ചെയ്യാനുള്ളതാണ് അല്ലെ? ഓക്കെ, അപ്പോ നമ്മള് ഇജാസക്ക് വേണ്ടി പഠിക്കാനിരിക്കുമ്പോ നമ്മൾ ഇജാസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് അത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ ഇജാസ പ്രൊവൈഡ് ചെയ്യുക. അതിപ്പോ ഈ ഒരു ജസീറയുടെ ഈ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, വേറെ ഏതൊരു ജസീറയുടെ കോഴ്സ് നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചാലും എല്ലായിടത്തും ഇങ്ങനെ തന്നെയായിരിക്കും. ഓക്കെ, കാരണം നമ്മൾ ഒരു അള്ളാന്റെ ദീനിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചത്. അള്ളാന്റെ ഖുർആനാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെ? അത് എങ്ങനെ വായിക്കണം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അത് എത്ര ഒത്തന്റിക് ആണോ, ഇത്രയും കാലം നമ്മുടെ കയ്യിൽ ആ ഖുർആൻ എത്തിയ സമയത്ത് എത്രയോ ആൾക്കാരുടെ സമയമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയോ? ഖുർആന് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കയ്യിൽ നിന്ന് പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടി. ഓക്കെ, പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാക്കിയുള്ളവരിലേക്ക് സ്വഹാബാക്കൾക്ക് അത് കൊടുത്തു അല്ലെ? അത് പല സ്വഹാബികളും അത് എഴുതി വെച്ചു. പല ആൾക്കാരും അത് കേട്ട് പഠിച്ചു, ബൈഹാർട്ട് ചെയ്തു. പല ആൾക്കാരും പല സ്ഥലത്ത് എഴുതി വെച്ചു. ഇതൊക്കെ നടന്നു. ഓക്കെ, ഇതൊക്കെ എഴുതി വെച്ചതൊക്കെ പല ആൾക്കാരും പല സ്ഥലത്തായിട്ട് സ്കാറ്റേർഡ് ആയിട്ടാണ് കിടന്നിരുന്നത്. ആ നോളജ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് ശരിക്കും ഖുർആനായിട്ട് ക്രോഡീകരിക്കുന്നത് അല്ലെ? ഒരു മുസ്ഹഫായിട്ട്, സുഹഫിനകത്ത് രണ്ട് ചട്ടകൾക്കിടയിൽ അത് ക്രോഡീകരിക്കുന്ന ആ സമയത്താണ് അല്ലെ? അപ്പൊ എത്രയോ ടെൻഷൻസും എത്രയോ സൂക്ഷ്മതയോട് കൂടികളായിരിക്കും അവരതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് കോഴ്സിൽ നമുക്ക് ആ ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാനതിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പൊ അതിനുശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഈ ഒരു മുസ്ഹഫ് ക്രോഡീകരിച്ചതിന് ശേഷം അതിനുശേഷം ഈ മുസ്ഹഫിൽ എന്തോരം ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇന്ന് ഇരിക്കുന്ന ഖുർആന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഓക്കെ, ഫാക്കും ഖാഫിനൊന്നും ഡോട്ട് ഉണ്ടായിരുന്നില്ല, നുക്തൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അതുപോലെ ഇതൊന്നും ഫത്ഹ കെസ്റ അങ്ങനെ ഹർക്കത്തൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഖുർആനാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഖുർആൻ അങ്ങനത്തെ ഖുർആനാണോ? തഷ്കീലില്ല, നുക്തൊന്നും ഇല്ലാത്ത ഖുർആനാണോ നമ്മൾ ഇന്ന് കാണുന്നത്? ഹർക്കത്തും ഡോട്ടൊക്കെ ഉള്ള ഖുർആനാണ് അല്ലെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്താ യൂസ് ഉണ്ടായിട്ടുള്ളത്? പ്രോപ്പർ ആയിട്ടുള്ള വേർഡ് വായിക്കാൻ കഴിയും അല്ലെ? അൽഹംദുലില്ലാഹി, ഇനി കെസറാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഓക്കെ, അതിന്റെ ഫത്ഹ കെസറയിലൊക്കെ ഉള്ള ഡിഫറൻസ് വെച്ചിട്ട് വേർഡിന്റെ മീനിങ് മാറിപ്പോവും അല്ലെ? പക്ഷെ ഇന്നത്തെ നമുക്ക് അവസ്ഥ അതല്ല. നമുക്ക് നല്ല വൃത്തിക്ക് നേരെ നോക്കി വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അതും പോരാണ്ട് തജ്വീദ് റൂൾസ് കളർ കോഡഡ് ആയിട്ടുള്ള ഖുർആൻ വരെ ഇന്ന് അവൈലബിൾ ആണ് അല്ലെ? സി, എത്രയോ നമുക്ക് ഈസി ആയിട്ട് തന്നിട്ടുണ്ട് അല്ലെ? നമ്മളിപ്പോ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രയോ ഈസി ആക്കിയാണ് ഖുർആൻ ഉള്ളത് അല്ലെ? പക്ഷെ ഇതിന്റെ പുറകിൽ വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ട് ഇതിന്റെ പുറകിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത ഒരുപാട് സ്കോളേഴ്സ് ഉണ്ട്. എന്താ പറയാ, ഒരുപാട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഇവരൊക്കെ കഷ്ടപ്പെട്ട് സൂക്ഷിച്ച് അത്രയും സൂക്ഷ്മതയോട് കൂടെ അള്ളാന്റെ ഖുർആൻ നമ്മുടെ കയ്യിൽ വരെ എത്തിക്കുകയാണ് അല്ലെ? ഇമാജിൻ എത്ര വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ കയ്യിലുള്ളതെന്നുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെയും കൂടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആർക്കൊക്കെ തോന്നുന്നുണ്ട്? ഫസീല, ഫിദ, ആയിഷ, അല്ലേ? യെസ്, റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, ഫൈൻ. സോ അപ്പൊ തോന്നുന്നുണ്ട് അല്ലെ? സോ അപ്പൊ അതാണ് നമ്മൾ ഇനിയിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്ത്? അത്രയും ഒത്തന്റിക് ആയിട്ട് സൂക്ഷ്മതയോടുകൂടെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ആ ഖുർആന് നമ്മള് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സൂക്ഷിക്കാൻ പോവാണ് അല്ലെ? എങ്ങനെയാണോ സൂക്ഷിക്കുന്നത്? കേട്ട് പഠിച്ച് മനസ്സിലെടുത്ത് വെക്കുകയാണോ ചെയ്യുന്നത് സൂക്ഷിക്കുക എന്ന് പറയുന്നത്? അല്ല, നമ്മളൊരു കാര്യം സൂക്ഷിച്ചെടുത്ത് വെക്കുക എന്ന് പറയുമ്പോഴത്തേനും പൂട്ടി അലമരക്കകത്ത് കയറ്റുന്നതാണ് അല്ലെ സൂക്ഷ്മത, സൂക്ഷിച്ചെടുത്ത് വെക്കുക എന്ന് പറയുന്നത്. ഇത് അള്ളാന്റെ ദീനിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഖുർആന്റെ അറിവിന്റെ ഇൽമിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അല്ല. എന്താ ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യണം അല്ലെ? എത്രത്തോളം ആൾക്കാർക്ക് അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ അത്രയും ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആ സനദിന്റെ ഒരു അവസാനത്തെ കണ്ണി നമ്മളായി പോവരുത്
അല്ലെ? നമ്മൾ പഠിച്ചു, നമുക്ക് ഇജാസ കിട്ടി. ഇജാസ ഇസ് ലൈക്ക് എ പ്രിവിലേജ് അല്ലെ? ഐ ഹാവ് ദിസ് ഇജാസ. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഇജാസ കിട്ടുന്ന ഒരു കാലമാണ് അല്ലെ? പഠിച്ച് കഷ്ടപ്പെട്ട് കുത്തിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇജാസന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നെയിൽ ചെയ്തിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല അല്ലെ? ഇത്രയും കാലം ആൾക്കാർ എങ്ങനെയാണ് ഇത്രയും നോളജ് പ്രിസർവ് ചെയ്തത്? മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താണ് ഇത്രയും കാലം നമ്മുടെ കയ്യിൽ വരെ എത്തിയല്ലേ? ഇനി നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കുക. നമ്മൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമ്മൾ പഠിക്കുക. അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ഹദീസാണ് സഹീഹുൽ ബുഖാരിയിലെ 5027 നമ്പർ ഹദീസ്. എന്താണ് പറയുന്നത്? നിങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ചവർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് അല്ലേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹ്. കേട്ടിട്ടില്ലേ ഹദീസ്? ഓക്കെ, അപ്പൊ അതിൽ ഒരാളാവാൻ, ഓക്കെ, ഏറ്റവും മികച്ച ഒരാള് നമ്മളാവണം നമുക്ക് ആഗ്രഹമില്ലേ? അള്ളാന്റെ മുമ്പില് വേറെ ആരുടെയും മുമ്പിൽ നമുക്ക് ആയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലെ? വേറെ ആരും നമ്മളെ പറ്റി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല അല്ലെ? പക്ഷെ അള്ളാന്റെ മുമ്പില് നമ്മളൊരു മികച്ച ഒരാള്, ഒരു ക്വാളിഫൈഡ് പേഴ്സൺ എന്ന് നമുക്ക് തരുന്ന ഒരു പദവിയാണ് അല്ലെ അള്ളാഹു. എന്ത് ചെയ്യുന്ന ആൾക്കാർക്ക്? ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക്. ഫസ്റ്റ് എന്തുകൊണ്ട് മൻ തഅല്ലമൽ ഖുർആൻ, പഠിക്കുകയും എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ? ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പഠിക്കുകയും എന്നാണ്, പിന്നീടാണ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് മനസ്സിലാക്കണം, അത്രയും ആ വേർഡ്സ് പോലും അത്ര കറക്റ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. നമ്മൾ ശരിക്കും പഠിക്കുക, അത് പഠിച്ചത് കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും കൂടെ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് ഈ ഹദീസ് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെ ഇജാസ എന്ന് പറയുന്നത് ഏറ്റവും അംഗീകൃതമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇജാസ കിട്ടുന്നതെന്ന് പറഞ്ഞത് ഒരു പ്രിവിലേജ് ആണ്, പ്ലസ് അതിന്റെ മേലൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയുണ്ട്. നാളെ പരലോകത്ത് അള്ളാഹു നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഒരു പ്രിവിലേജ്. മനസ്സിലായോ? എന്താണ് അള്ളാഹ് ചോദിക്കുക? നിങ്ങൾ ഇത് ഇജാസ കിട്ടിയല്ലേ, നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു തജ്വീദ് ടീച്ചർ ആയിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചില്ല എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം നിങ്ങൾ പേടിക്കണം. അവസാനത്തെ കണ്ണി ആ ഒരു സനദിന്റെ ഇജാസ കിട്ടിയിട്ടുള്ള ഇജാസ പേപ്പറിനകത്തുള്ള അവസാനത്തെ കണ്ണി നിങ്ങളായി പോകരുത്. നിങ്ങളത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പൊ അതൊരു ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പൊ നമ്മളൊരു ഒരു ജോലിക്ക് നിങ്ങൾ പോവാണെന്ന് വെച്ചോ. അപ്പൊ നിങ്ങൾ ആ ജോലിക്കുള്ള നിങ്ങൾക്ക് എന്തായാലും ബേസ് ട്രെയിനിങ് കിട്ടും അല്ലെ? ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ യു വിൽ ട്രൈ ടു മാസ്റ്റർ ദാറ്റ് തിങ് അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? നമ്മളൊരു കാര്യം പഠിച്ചു, അത് നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ട്, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് മാസ്റ്റർ ചെയ്യാനാണ് ശ്രമിക്കുക അല്ലെ? യു നോ ട്രൈ ടു ബിക്കം ദ ബെസ്റ്റ് ഇൻ ദാറ്റ് ജോബ്. ഓക്കെ, നമുക്ക് ആ ഒരു ദ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ ഇയർ അവാർഡ് ഒക്കെ കിട്ടുമ്പോഴുള്ള നമ്മുടെ ഉള്ളിലുള്ള ഒരു ഫീൽ എന്തായിരിക്കും? ഓക്കെ, അപ്പൊ അത്രയും നമ്മൾ മാസ്റ്റർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എന്താണ് ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതാണ് ശരിക്കും നമുക്ക് ഇജാസ കിട്ടിയാൽ നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി ഇജാസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കയ്യിൽ വെച്ചിരിക്കുകയല്ല വേണ്ടത്, അത് നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ് വേണ്ടതെന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇജാസയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഇമാം ഇബ്നുൽ ജസരിയുടെ പോയം എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇനി വരാനുള്ളത് ഈ കോഴ്സ് എന്താണ്, ഈ കോഴ്സിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുക എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു 12 months കോഴ്സ് ആയിട്ടാണ്. 12 months എന്ന് വെച്ചാൽ കോഴ്സ് ഫുള്ള് 12 months ആയിരിക്കില്ല. ഇൻക്ലൂഡിങ് യുവർ ഫൈനൽ എക്സാം, നിങ്ങൾക്ക് ഇജാസ സർട്ടിഫിക്കറ്റ് തരുന്നതൊക്കെ അടക്കമാണ് 12 മാസം. ഓക്കെ, അപ്പൊ ബിഫോർ 12 months കോഴ്സ് അവസാനിക്കും. എക്സാംസും റിസൾട്ട്സും അതുപോലെ തന്നെ ഇജാസ സർട്ടിഫിക്കറ്റിന്റെ എന്താണ് കൊടുക്കുന്നതൊക്കെയാണ് നമുക്ക് 12 months ഉള്ളിൽ തീർക്കേണ്ടത്. സോ വിത്തിൻ 12 months നമ്മൾ ഈ കോഴ്സ് ഫുള്ള് തീർത്ത് നിങ്ങളെ സർട്ടിഫൈഡ് ആക്കി വെക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ വിചാരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ തരാൻ പോകുന്നത് എങ്ങനെയായിരിക്കും കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീക്ക്ലി വൺസ് ഒരു ലൈവ് സെഷൻ ആയിരിക്കും. സാറ്റർഡേ ആയിരിക്കാം, അല്ലെങ്കിൽ സൺഡേ ആയിരിക്കാം, ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. ചിലപ്പം 2 ദിവസം ഉണ്ടാവും, പറയാൻ പറ്റില്ല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ക്ലാസ് നമുക്ക് മിസ്സായെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് 2 ക്ലാസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ലൈവ് സെഷൻ ആയിട്ട് ഒരു ലൈവ് സെഷൻ ആണ്, ആഴ്ചയിൽ ഒരിക്കലാണ് ലൈവ് സെഷൻ ഉണ്ടാവുക. എനിക്കറിയാം നിങ്ങൾ പല കോഴ്സും പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പ്രോജക്റ്റ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾക്ക് വീക്ക്ലി വൺസ് ഒരു ലൈവ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അത് കൂടാണ്ട് വീക്ക്ലി വൺസ് ഓർ ട്വൈസ്
നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, റെസിറ്റേഷൻ കറക്ഷനും മുത്തൂനിന്റെ ഹിഫ്ദും ഉണ്ടാവും. ഓക്കെ, നമ്മൾ വീക്ക്ലി ട്വൈസ് ആണ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ബേസ്ഡ് ഓൺ സ്റ്റുഡൻസിന്റെ ഒരു അവൈലബിലിറ്റി അനുസരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുക. വൺസ് ഇൻ എ വീക്ക് ഓർ ട്വൈസ് ഇൻ എ വീക്ക് റെസിറ്റേഷൻ കറക്ഷനും മുത്തൂനിന്റെ ഹിഫ്ദും പ്രാക്ടീസും ഉണ്ടാവും, പ്രാക്ടീസ് സെഷൻസും ഉണ്ടാവും. ഓക്കെ, സോ ദാറ്റ് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടത് എന്താണെന്നറിയോ, നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണ്, റിസൈറ്റ് ചെയ്യുന്ന രീതി. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് തപ്പി നടഞ്ഞ് റിസൈറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ഫ്ലുവന്റ് ആയിട്ട് റിസൈറ്റ് ചെയ്യാനുള്ള ഹെൽപ്പ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക? ഇലാജ് തജ്വീദ് എന്ന് ഞാൻ ഓൾറെഡി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു വേറൊരു സെഷനാണ് ഇലാജ് തജ്വീദ് എന്നുള്ളത്. ജസരിയയുടെ സ്റ്റുഡൻസിന് നമ്മൾ ജസരിയ കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിന് നമ്മളത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് തീരുമ്പത്തേനും അതും സൈഡ് ബൈ സൈഡ് നിങ്ങൾ ചെയ്യുമ്പത്തേനും നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കും. നിങ്ങൾക്ക് ഇപ്പൊ ബോധിന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ല വെച്ചാല് നമ്മൾ പറഞ്ഞ് ആ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവണ വരെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ യു ഹാവ് ടു പുട്ട് സം എഫേർട്ട്. നമ്മൾ ആ ഒരു എഫേർട്ട് ഇടാൻ റെഡി ആയിട്ട് വേണം ഈ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ. കാരണം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മൾ ആ ഒരു ലെറ്റർ കറക്റ്റ് ആയിട്ട് പഠിക്കുക, അതിന്റെ പ്രോപ്പർ സിഫത്ത് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നൊക്കെ ഉള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അപ്പൊ അത് നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ ചെയ്യും. നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ പക്ക ആക്കാനുള്ള എല്ലാ മെത്തേഡ്സും നമ്മൾ ആ ഒരു കോഴ്സിനകത്ത് ഇലാജ് തജ്വീദിനകത്ത് യൂസ് ചെയ്യും. സോ ജസരിയ ജോയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് ഇലാജ് തജ്വീദ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇനി എക്സാംസിന്റെ കാര്യം. നമുക്ക് മോഡ്യൂൾ എക്സാം പോലെ ഒരു 2-3 ബാബ് കഴിഞ്ഞാൽ ഓരോ ദോസ് എക്സാംസ് വിൽ നോട്ട് ബി ദർ. ഈ കോഴ്സിൽ ത്രൂ ഔട്ട് 2 എക്സാംസേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, 2 എക്സാംസ്. അത് ഫസ്റ്റത്തെ 6 months കഴിയുന്നതിന് മുമ്പ് ഒരു എക്സാം ഉണ്ടാവും. മേ ബി വിതിൻ 5 months നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും. എന്നുവെച്ചാൽ ആ പോർഷൻ നമ്മളൊരു പകുതി ആക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും. അതിനുശേഷം ഹാഫ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, ആ സെക്കൻഡ് എക്സാമിന് ഫസ്റ്റ് തൊട്ട് ഉള്ള എല്ലാ പോർഷൻസിനകത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ഭാഗത്തുനിന്നും എല്ലാ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഫസ്റ്റത്തെ ഹാഫ് എന്നുള്ള ക്വസ്റ്റ്യൻസ് കുറവായിരിക്കും, സെക്കൻഡ് ഹാഫിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലുണ്ടാവും. പക്ഷെ ഫസ്റ്റത്തെ ഹാഫ് എന്നുള്ള ക്വസ്റ്റ്യൻസും സെക്കൻഡ് എക്സാമിന് ചോദിക്കും. ഓക്കെ, ഫസ്റ്റത്തെ എക്സാമിന്റെ മാർക്ക് നമ്മൾ ഇന്റേണൽസ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ എക്സാമിന്റെ മാർക്ക് ഇന്റേണൽ ആയിട്ട് എടുക്കും. സെക്കൻഡ് എക്സാമിന്റെ മാർക്കാണ് ഒറിജിനൽ റിട്ടേൺ എക്സാമിന്റെ മാർക്കായിട്ട് എടുക്കുക. പ്ലസ് അതിന്റെ കൂടെ ഇന്റേണൽ മാർക്കും കൂടെ ആഡ് ചെയ്യും. പ്ലസ് നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരുന്ന മാർക്ക് ഉണ്ടാവും. അതെന്താണ്? നിങ്ങളുടെ അദബ് ബേസ് ചെയ്തിട്ട്, നിങ്ങളുടെ പങ്ക്ച്വാലിറ്റി ബേസ് ചെയ്തിട്ട് ഒക്കെ നിങ്ങൾക്ക് ഒരു മാർക്ക് നമ്മൾ ഇടും. ഓക്കെ, അപ്പൊ ഈ തിലാവയുടെ മാർക്ക് ഒക്കെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ആ മാർക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ആ ഒരു എക്സാമും ഈ ഒരു എക്സാമും ഇതെല്ലാം പാസ്സായി കഴിഞ്ഞിട്ട് ടോട്ടൽ നിങ്ങൾക്ക് പാസ് മാർക്ക് മിനിമം 85% ഉണ്ടാവണം. ഓക്കെ, ഐ എം ടെലിംഗ് യു, ഈ 85 കിട്ടാന്ന് പറഞ്ഞാൽ ഈസി അല്ല. നമ്മൾ നല്ലോണം എഫേർട്ട് ഇട്ട് പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചെങ്കിലാണ് നമുക്ക് ഈ ഒരു 85% നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ക്ലാസ്സസ് വേണമെങ്കിലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻസ് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എക്സാമിന് മുമ്പുള്ള സമയത്തൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അതിനുള്ള എല്ലാ ഓപ്ഷൻസും നിങ്ങൾക്ക് തരും. ഓക്കെ, ഈ കോഴ്സ് പഠിപ്പിക്കുന്ന 2 ആൾക്കാരായിരിക്കും. ഒന്ന് ഞാന്, പിന്നെ ഒന്ന് ജസീമ മുഅല്ലിമ ആയിരിക്കും. 2 ആൾക്കാർ. ഓക്കെ, ജസീമ മുഅല്ലിമ ഞാനായിരിക്കും നിങ്ങൾക്ക് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടാവുക. ലൈവ് ക്ലാസ്സിന്റെ സമയം നമ്മൾ എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാട്ടോ. മോസ്റ്റ്ലി സാറ്റർഡേ സൺഡേസ് ഒന്നില്ലെങ്കിൽ മോർണിംഗ് 6:30 7:30 ആ റേഞ്ച് ആയിരിക്കും. അല്ലെങ്കിൽ ലൈക്ക് ഒരു ഉച്ചക്കൊക്കെ ശേഷമായിരിക്കും. ലൈക്ക് സേ ഒരു 2:30 to 3:30 ആ റേഞ്ച് ആയിരിക്കും, ഉച്ചയ്ക്കായിരിക്കും. അത് നമ്മൾ ബേസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ക്ലാസ് എടുക്കും, ടൈം സെറ്റ് ചെയ്യും. അത് നമ്മളിപ്പോൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. ജോയിൻ ചെയ്ത കുട്ടികളെയൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അത് ഡിസൈഡ് ചെയ്യുള്ളൂ ഇൻഷാ അല്ലാ. ഓക്കെ, ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഇനി നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും അല്ലെ, ഈ ഒരു കോഴ്സ് എടുക്കാൻ എനിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് ഉണ്ടാവുമായിരിക്കും അല്ലെ. ഓക്കെ, ഞാന് ഓൾമോസ്റ്റ് 5 yearsന്റെ മുകളിലായി ഞാൻ തജ്വീദ് പഠിപ്പിക്കുന്ന ഒരാളാണ്. അതിന് മേളിൽ എനിക്ക് ഇമാം ഇബ്നു ജസരിയുടെ ജസരിയ എന്നുള്ള ഈ പോയമില് എനിക്ക് ഇജാസ ഉണ്ട്. ഓക്കെ, എനിക്ക് ഇജാസ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാനുള്ള പ്രൂഫ്. ഓക്കെ, ഞാൻ ക്വാളിഫൈഡ് ആണ്, നിങ്ങളെ പഠിപ്പിക്കാൻ ക്വാളിഫൈഡ് ആണെന്നുള്ളതിന്റെ ഒരു പ്രൂഫ് എന്താണ്? എനിക്ക് ഇജാസ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഐ ആം ആൻ ഇജാസ ഹോൾഡർ.
സോ അതുപോലെ നിങ്ങൾ ഒരു ഇജാസ ഹോൾഡർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള എന്താ പറയാ ഇജാസയിലേക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പൊ 85% കട്ട് ഓഫ് സ്കോർ കഴിഞ്ഞ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തെങ്കിലാണ് നിങ്ങൾക്ക് എന്താണ് ഈ പോയം റെസിറ്റേഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇജാസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 85% മാർക്കും കിട്ടണം, പ്ലസ് നിങ്ങൾ പോയം ആ ഒരു 109 ലൈൻസ് ഉള്ള ആ ഒരു ബൈത്ത് നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം. ഓക്കെ, ആ ബൈഹാർട്ട് പഠിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇജാസ സർട്ടിഫിക്കറ്റ് എനിക്ക് തരാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് ബൈഹാർട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, കോഴ്സിന്റെ ക്ലാസിന്റെ ലൈക്ക് ഒരു 85% നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല, ഈ കോഴ്സിന്റെ ലാസ്റ്റ് വരെ നിങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു ആൻഡ് നിങ്ങൾക്ക് പക്ഷെ 85% മാർക്ക് കിട്ടിയില്ല, അപ്പൊ എന്താ ചെയ്യാ? നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കൂടി ഉണ്ടാവും. യു ക്യാൻ ഗിവ് ദി ടെസ്റ്റ് വൺസ് അഗൈൻ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് ഫുള്ള് പഠിച്ചെഴുതാനുള്ള ഒരു ഓപ്ഷൻ തരും. ഓക്കെ, എന്നിട്ടും നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഈ ക്ലാസ് ഫുള്ള് റീ ആയിട്ട് കേൾക്കേണ്ടി വരും, നെക്സ്റ്റ് ബാച്ചിന് കൂടി ഇരുന്ന് കേൾക്കേണ്ടി വരും. ഓക്കെ, ഫീസ് ഒന്നും അടയ്ക്കണ്ട, പക്ഷെ ക്ലാസ് ഫുള്ള് കേൾക്കുക, പ്ലസ് അതിനുശേഷം നിങ്ങൾ എക്സാം ഒന്നും കൂടെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ അറ്റംപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 3 മന്ത്സിനുള്ളിൽ ഒരു അറ്റംപ്റ്റും കൂടെ വെക്കും. എന്നിട്ട് ആ ഒരു അറ്റംപ്റ്റും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല വെച്ചാൽ പിന്നെ നിങ്ങൾ രണ്ടാമത് ഈ കോഴ്സ് പഠിക്കണം. ഓക്കെ, ഇനി ഇത്രയും 85% കിട്ടിയില്ല, പക്ഷെ ഇനി അവർക്ക് ഫ്രണ്ടിലോട്ട് പോകാൻ വയ്യ, എനിക്കിനി ഇജാസ ഒന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല, അങ്ങനെ മടങ്ങുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ഒരിക്കലും തോറ്റ് മടങ്ങരുത്, ഐ ജസ്റ്റ് സേയിങ്. അങ്ങനത്തെ സിറ്റുവേഷനിലെ ആൾക്കാർക്ക് നമ്മൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഓക്കെ, അല്ലെങ്കിലും ഇജാസ കിട്ടിയ ആൾക്കാർക്കാണെങ്കിൽ കിട്ടാത്ത ആൾക്കാർക്കാണെങ്കിലും എന്തായാലും ഈ കോഴ്സിന്റെ അവസാനം വരെ പഠിച്ച ആൾക്കാർക്ക്, ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് നമ്മൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കും. അത് ഇജാസ അല്ല. ആ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റില്ല. യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ഞാൻ ഈ കോഴ്സ് പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതല്ലാണ്ട് എനിക്ക് പഠിപ്പിക്കാനുള്ള അവകാശം ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഇനി എല്ലാവരും നോക്കിയിരുന്ന ഒരു സൈഡാണ് ലൈക്ക് ഫീ സ്ട്രക്ചർ. നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു കോഴ്സിന് 6000 rupees ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒറ്റ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരാൻ പറ്റുന്ന കഴിവുള്ള ആൾക്കാർ 6000 തന്നെ ആയിട്ട് തരിക. അതല്ല 6000 എനിക്ക് ഒറ്റയടിക്ക് തരാൻ പറ്റില്ല, എനിക്ക് കുറച്ച് സമയം വേണം എന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് സ്കീം വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫസ്റ്റത്തെ ഒരു സ്കീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാം. ഓക്കെ, നമ്മൾ ആ കോഴ്സിന്റെ ആ ഒരു 10 months നമ്മൾ ഡിവൈഡ് ചെയ്ത് 5 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 3000 അടയ്ക്കാം. അത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിയാറാകുമ്പോൾ നിങ്ങൾക്ക് 3000 അടയ്ക്കാം. ഓക്കെ, എങ്കിലാണ് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഫൈനൽ എക്സാം എഴുതണം എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 3000 is also if 3000 നിങ്ങൾക്ക് ഭയങ്കര കൂടുതലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, 1500 വെച്ചിട്ട് നിങ്ങൾക്ക് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, 2 months വെച്ചിട്ട് നിങ്ങൾക്ക് 4 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അതിനും കഴിവില്ലാത്ത സഹോദരിമാരുണ്ടാവുമായിരിക്കും. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു വിഷമം വിചാരിക്കരുത്. നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഴ്സ് നിങ്ങൾ പഠിക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ഇൽമ നമ്മൾ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ്, നമ്മുടെ ഒരു ഉദ്ദേശം, നമ്മുടെ ഇന്റൻഷൻ അതാണ്. ഓക്കെ, അള്ളാഹു എളുപ്പാക്കി തരട്ടെ. അതുപോലെ തന്നെ അതിന് ഏബിൾ ആയിട്ടുള്ള സഹോദരിമാരെ തന്നെ നമുക്ക് തരട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടാണ് അള്ളാഹു ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എല്ലാവർക്കും, ആമീൻ. അപ്പൊ ഈ 1500 ആണ് നമ്മൾ വെക്കുന്ന ബേസ് ഇൻസ്റ്റാൾമെന്റ്. ഇനി അതിനും കഴിവില്ലാത്ത സഹോദരിമാരുണ്ടാവുമായിരിക്കും. ഓക്കെ, ഐ ഹാവ് മെറ്റ് സെവറൽ സിസ്റ്റേഴ്സ്. അവർക്ക് എന്താ പറയുക, ഇത്ര എമൗണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, 1000 rupees ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സഹോദരിമാരുണ്ടാവും. അവർക്ക് വേണമെങ്കിൽ പെർ മന്ത്, അത് സെലക്ടഡ് ആയിട്ടുള്ള സിസ്റ്റേഴ്സിന് മാത്രമേ കൊടുക്കുള്ളൂ. നമ്മൾ അവർ പറഞ്ഞത് കേട്ട് അവരുടെ സിറ്റുവേഷൻ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അത് കൊടുക്കുന്നത്. 500 rupees വെച്ചിട്ട് പെർ മന്ത്. ഓക്കെ, അത് സെലക്ട് ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിനകത്ത് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ ഏത് ഓപ്റ്റ് ചെയ്യണേ എന്നുള്ളത് നിങ്ങൾ നമ്മളുടെ അടുത്ത് മുമ്പേ ഒന്ന് പറയണം. ഓക്കെ, ഇനി ഈ ഫീസിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് അഡ്മിഷൻ അല്ല തരിക. ഓക്കെ, ഡയറക്റ്റ് അഡ്മിഷൻ അല്ല തരിക. അപ്പൊ നിങ്ങളിപ്പോ ഈ ഗ്രൂപ്പിൽ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ?
അപ്പൊ ഈ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഈ ഗ്രൂപ്പിന്റെ പേര് സ്ക്രീനിങ് ആണ്, ജസറിയ ഇജാസ സ്ക്രീനിങ് എന്നാണ് ആ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ പേര്. സോ ആ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരെയും സ്ക്രീൻ ചെയ്തിട്ടാണ് നിങ്ങളെ അഡ്മിഷൻ തരുള്ളൂ. ഓക്കെ. അതിനകത്ത് നമ്മൾ നോക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ഉണ്ടോ, ബേസിക് ആയിട്ടുള്ള തജ്വീദ് റൂൾസ് അറിയുന്നുണ്ടോ, അത്ര നോക്കുള്ളൂ. ബേസിക്സ്, വെരി ബേസിക്സ്. നിങ്ങൾക്ക് ഒന്നും ടെൻഷൻ അടിക്കാനില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒരു സൂറ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സൂറ നിങ്ങൾ കുറച്ച് ആയത്ത് നിങ്ങൾ റിസൈറ്റ് ചെയ്യേണ്ടി വരും. ഹാർഡ്ലി ഒരു 10 minutes അങ്ങനെ എടുക്കുമായിരിക്കും. ഓക്കെ. അതിന്റെ മേളിൽ ആ ഒരു ടെസ്റ്റ് പോവില്ല. ഹാർഡ്ലി 10 minutes, അതിന്റെ മേളിൽ എന്തായാലും എടുക്കൂല. ഓക്കെ. സോ ജസ്റ്റ് പ്രിപ്പയർ. നമ്മളൊന്ന് റിസൈറ്റ് ചെയ്ത് ഒരു ഫ്ലുവൻസി ആക്കുക. നിങ്ങൾക്ക് എക്സാം എടുക്കുന്നത് ജസിമ മുഅല്ലിമായിരിക്കും. സോ ലൈക്ക് നിങ്ങൾക്ക് ടൈമും എല്ലാം അവർ തരും. ഈ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് തരും, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ തരും. ഓക്കെ. അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ എല്ലാവരും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ട് അതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ജസറിയയുടെ ഇജാസ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ മാറ്റും. ഓക്കെ. ഇനി ഇതിന് ഒരു രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. 300 rupees ആണ് രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ. 300 rupees നിങ്ങൾ ഓരോരുത്തരും രജിസ്റ്റർ ചെയ്തിട്ട് വേണം. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാമെന്നുള്ളൊരു ഉറപ്പ് ആ ടീച്ചർ തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 300 rupees കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ. സോ അതിനുശേഷം നമ്മൾ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ലൈവ് റെക്കോർഡിങ്സ് ഉണ്ടാവും. ലൈവ് ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ നോട്ട്സും നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷ് നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ മുമ്പേ പറയണം, നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇടക്കിടക്കുള്ള എക്സാംസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്താ പറയാ, ആവശ്യത്തിനനുസരിച്ചുള്ള അത്രയും കോമ്പാക്ട് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. യു ക്യാൻ ഓൾ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാം, ഞാൻ ജസരിയ കോഴ്സിൽ തുടക്കത്തിൽ അപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മകന്റെ കല്യാണമാണ് 8-ാം തീയതി. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് ലെഫ്റ്റ് ആയതാണ്. അപ്പൊ എനിക്ക് അടുത്ത എക്സാം തുടങ്ങുന്ന കാരണമാണ് ഞാൻ അതിന് ലെഫ്റ്റ് ആയത്. അപ്പൊ എനിക്കിപ്പോ ഇതിൽ ആഡ് ആവണമെന്നുണ്ട്. പിന്നെ അപ്പൊ എന്നാണ് ഈ ക്ലാസ് തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതൊരു 2 weeks ഒക്കെ കഴിഞ്ഞിട്ടല്ലേ തുടങ്ങുള്ളൂ? ഓഫ് കോഴ്സ് 2 weeks ഒക്കെ കഴിയും. കാരണം നമുക്ക് ഇത്ര ആൾക്കാർക്കുള്ള സ്ക്രീനിങ് ടെസ്റ്റ് എടുക്കാനുണ്ട്. അതിനുശേഷം കുറെ പ്രോസസ്സ് നമുക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേര് നമ്മുടെ ഡേറ്റാബേസിൽ എൻ്റർ ചെയ്യാനുണ്ട്. അപ്പൊ ഇതിന് കുറച്ച് വർക്കും കൂടെ ഇനി പെൻഡിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എത്ര ആൾക്കാർ ജോയിൻ ചെയ്യണതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ബാക്കിയുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യേണ്ടി വരിക. അപ്പൊ എന്തായാലും 2 weeks കഴിയും. പിന്നെ സ്ക്രീനിങ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കേണ്ടത് അല്ലേ? അതത്രേ ഉള്ളൂ. സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയുള്ളൂ നിങ്ങൾക്ക് ഇതാണോ അതാണോ വേണ്ടത്. അപ്പൊ നിങ്ങളിപ്പം ഇജാസയിലേക്ക് ക്വാളിഫൈഡ് ആയില്ല എന്ന് വെച്ചോ, ഇജാസ ഗ്രൂപ്പിലേക്ക് കയറാൻ ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇലാജ് തജ്വീദിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ആവാം. എന്നിട്ട് നിങ്ങൾക്ക് അതിനകത്ത് കുറെ വർക്ക്ഷീറ്റ്സ് കിട്ടും. ആ വർക്ക്ഷീറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് തീർക്കാനാവുമ്പോഴത്തേനും നിങ്ങൾ ഓൾമോസ്റ്റ് ഓക്കെ ആവും. പ്രൊനൗൺസിയേഷനും സിഫാത്തും എല്ലാം നിങ്ങൾക്ക് പക്കയാവും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജസറിയയുടെ അടുത്ത ബാച്ച് 6 months കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഈ മുത്തൂൻ പഠിക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണോ? ഷർഹ് മുഴുവൻ കഴിഞ്ഞിട്ടാണോ? ഷർഹിന്റെ കൂടെ തന്നെ മുത്തൂൻ പഠിക്കണം എന്നാണ് എന്റെ ഒരു സജഷൻ. ബിക്കോസ് എനിക്കും അങ്ങനെയാണ് സജഷൻ. നമ്മളെല്ലാരും അങ്ങനെ പഠിച്ചിട്ടുള്ളത്. അല്ലാണ്ട് ലാസ്റ്റ് മൊമെന്റിൽ മുത്തൂൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഷർഹ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ മുത്തൂന് നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആഴ്ചയിൽ 2 days ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. ആ 2 days ക്ലാസ്സിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഷർഹിന്റെ എന്താണ് നമ്മള് തിലാവിയും പിന്നെ മുത്തൂനിന്റെ പ്രാക്ടീസും ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. നിങ്ങൾ എല്ലാ ദിവസവും റിസൈറ്റ് ചെയ്ത് വരും. ഡെയിലി നിങ്ങൾ സെയിം മുത്തൂൻ തന്നെ റിസൈറ്റ് ചെയ്ത് വരും. നമ്മൾ എത്ര പോർഷൻസ് ആണോ എടുത്ത് തീർത്തത് അത്രയും പോർഷന്റെ മുത്തൂൻ നമ്മൾ റിസൈറ്റ് ചെയ്ത് വരും. നമ്മളത് കറക്ഷൻ തരും. പിന്നെയും നിങ്ങൾ ഒരു 2-3 times റിസൈറ്റ് ചെയ്യും. അങ്ങനെയാണ് ഉണ്ടാവാൻ പോകുന്നത്. ബേസിക്കലി പ്രാക്ടീസ് സെഷൻ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. ആർക്കും
ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല. ഫിദ എനി ഡൗട്ട്? ഇല്ല മാലിമ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്നാല് വൈൻഡ് അപ്പ് ചെയ്യാം. അള്ളാഹു നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്ത ഒരു കാര്യം നമുക്ക് പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഐ മീൻ നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു പ്രോബ്ലംസിന്റെ ഇടയിൽ കൂടി നമ്മൾ പഠിക്കുന്നതിനകത്ത് നമ്മളൊരു ഒരു കിക്ക് കണ്ടെത്തണം. ഓക്കെ, പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുക്കൂൻ ഉണ്ടല്ലോ, ആ ഒരു റാഹത്ത് നമുക്ക് വേറെ ഒന്നിലും കിട്ടില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെയുള്ളത്. ഓക്കെ, അപ്പോ ആ ഒരു റാഹത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കണം. ഓക്കെ, എന്ത് ഫാമിലി പ്രോബ്ലംസ് ഉണ്ടെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ അതിനകത്ത് കൂടെ ഫൈറ്റ് ചെയ്ത് നമ്മൾ ഈ ഒരു ഏറ്റെടുത്ത ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ തീർക്കാൻ ശ്രമിക്കണം ഇൻഷാല്ല. അങ്ങനെ ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്. ഇൻഷാല്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.